വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം എന്നത് എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തിയെയാണ്. അല്ലേ? ഒരു പ്രകാശം, നമ്മളിപ്പോൾ ഒരു ടോർച്ച് അടിക്കുമ്പോൾ ആ ടോർച്ചിൽ നിന്നുള്ള വെളിച്ചമാണ് നമുക്ക് വെളിച്ചം നൽകുന്നതെങ്കിലും ആ ടോർച്ചിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? വെളിച്ചം നൽകുന്ന ഒരു വിളക്ക്, ആ വിളക്കിന് ആ വെളിച്ചത്തോളം പ്രാധാന്യമുണ്ട്. 23 വർഷത്തെ സംഭവ ബഹുലമായ പ്രവാചകന്റെ ജീവിതത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വഹി അവതരിപ്പിക്കുന്നത്. ഇത് കേവലം തിയറിയല്ല. എങ്ങനെ ജീവിക്കണം, ഓരോ ആയത്തിറങ്ങുമ്പോഴും ആയത്തിനനുസരിച്ച് മാറുന്ന ചില ആളുകൾക്കിടയിലാണ് ഈ ഖുർആൻ അവതരിക്കുന്നത് അല്ലെ? ഒരു ആയത്ത് കണ്ടിറങ്ങുമ്പോൾ ആയത്തിനെ സ്വീകരിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന, ആയത്തിനനുസരിച്ച് ഹൃദയങ്ങൾ മാറാൻ തയ്യാറായിരിക്കുന്ന ഒരു ജനതയാണ്, ഒരു ജനതയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. അപ്പോ ആ പ്രബോധിത സമൂഹം എന്നത്, ആ ഖുർആൻ ഓതിക്കൊടുത്ത പ്രവാചകൻ എന്നത് അല്ലെ, ഖുർആൻ കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. ഖുർആൻ കൽപ്പിച്ചതൊക്കെ ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന, ഖുർആൻ വിരോധിച്ചതെല്ലാം അകലം പാലിക്കുന്ന ഒരു പ്രവാചകൻ. ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും മഹോത്തരമായ സ്വഭാവ പെരുമാറ്റങ്ങളെ അതേപോലെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു കാണിക്കുന്ന ഒരു പ്രവാചകൻ. അതാണ് കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന, ആ നബിയുടെ ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്നത്. നോക്കി, സൂറത്തു യൂസുഫ് അല്ലേ? സൂറത്തു യൂസുഫ് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. എന്താണ്? നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. അതിന്റെ തുടക്കത്തിൽ പറയാണ്, ഏറ്റവും നല്ല കഥയാണ് പ്രവാചകരെ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ പോകുന്നത്. എന്നിട്ടോ ഏത് വർഷത്തിലാണ് സൂറത്തുൽ യൂസുഫ് ഇറങ്ങുന്നത് അല്ലേ? ഹാമുൽ ഹസൻ എന്ന് പറയുന്ന ദുഃഖവർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവാചക ജീവിതത്തിലെ 23 വർഷത്തെ പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ കാലഘട്ടം എന്നാണ് ആ വർഷത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം എന്താണ്? ഒന്നാമത് ഖദീജ ബീവിയുടെ മരണമാണ്. ഖദീജ ബീവിയുടെ മരണമാണ്. ആ വഹി കിട്ടുന്ന സന്ദർഭത്തിൽ പോലും പേടിച്ച് വീട്ടിൽ പനിച്ചു കിടക്കുന്ന പ്രവാചകനെ മൂടി പുതച്ച് ശുശ്രൂഷിച്ച് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് കൊണ്ടുവരുന്ന ഖദീജ ബീവിയാണ് നമ്മൾ കാണുന്നത്. ആ ഖദീജ ബീവി മരിച്ചു കഴിഞ്ഞിട്ടും അവരോടുള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രകടിപ്പിച്ചതെല്ലാം നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഖദീജ ബീവിയുടെ മരണം നടന്ന വർഷമാണ്, വളരെ സങ്കടകരമായ ഒരു വർഷമാണ്. അതേപോലെ തന്നെ അബൂ ത്വാലിബ് 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരണശയ്യയിൽ കിടന്നിട്ട് അല്ലെ, മാതാവില്ലാത്ത പിതാവില്ലാത്ത, ജനിക്കുന്നതിന് മുമ്പേ പിതാവ് നഷ്ടപ്പെട്ട് 6ാമത്തെ വയസ്സിൽ മാതാവ് നഷ്ടപ്പെട്ട് പിതാമഹൻ വളർത്തുന്ന ഒരു കുട്ടിയെ പിതാമഹൻ മരണശയ്യയിൽ വെച്ച് എന്തോ എളാപ്പാനെ വിളിച്ച് അബൂ ത്വാലിബിനെ മകനെ വിളിച്ച് എളിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചോദിക്കി, 8ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്ത് 50ാമത്തെ വയസ്സിലാണ്, അഥവാ നീണ്ട 42 വർഷമാണ് അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നത്. ആ അബൂ ത്വാലിബ് മരിച്ചു പോണ വർഷമാണ് ഏത്? ഈ ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് അല്ലെ? അന്നാണ് അബൂ ത്വാലിബ് മരിക്കുന്നത്, ഖദീജ ബി മരിക്കുന്നത്. ഒരു പ്രതീക്ഷയുമില്ലാതെ അല്ലെ, മക്കയിലുണ്ടായിരുന്ന അവലംബം, രക്ഷാമാർഗങ്ങൾ അല്ലെങ്കിൽ ഒരു താങ്ങായിരുന്ന അബൂ ത്വാലിബും ഖദീജ ബിയൊക്കെ മരണപ്പെട്ടപ്പോൾ തായിഫിലേക്ക് പോയി നോക്കുകയാണ്. എന്തെങ്കിലും സംരക്ഷണം കിട്ടുമോ? ഉമ്മാന്റെ കൂട്ടക്കാരുള്ള സ്ഥലമാണ് തായിഫ്. അവിടെ നേരത്തെ കത്തയച്ച് അവിടെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തായിഫിലേക്ക് പോകുമ്പോൾ ഉത്ബത്തും ഷൈബത്തും അവിടെ നേരത്തെ പോയി സംസാരിച്ച് അവിടെ ഫിത്ന ഉണ്ടാക്കി വെച്ച് അവിടെ സഹായം ലഭിക്കാത്ത, അവിടുത്തെ തെരുവ് കുട്ടികൾ കല്ലെറിയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ മൂന്ന് ഏറ്റവും സങ്കടകരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഈ 3 സംഭവങ്ങളും നടന്ന വർഷമാണ് എന്ത്? ഈ ദുഃഖവർഷം എന്നറിയപ്പെടുന്നത്. അതിനുശേഷമാണ് ആ ദുഃഖത്തിലും പ്രയാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചുകൂട്ടുന്ന സന്ദർഭത്തിലാണ് സൂറത്തു യൂസുഫ് അവതരിക്കുന്നത്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിക്കുന്നത്? സ്വന്തം ഗോത്രക്കാരാണ്, സ്വന്തം നാട്ടുകാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തു യൂസുഫിലൂടെ അല്ലാഹു നൽകുന്ന ആശ്വാസം എന്താണ്? പ്രവാചകരെ, താങ്കളെ കുടുംബക്കാരാണ് പുറത്താക്കുന്നത്, എന്നാൽ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. യൂസുഫ് എന്നൊരു പ്രവാചകൻ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതാരാണ്? അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അല്ലെ, ആ സഹോദരങ്ങൾ കിണറ്റിൽ കൊണ്ടുപോയിട്ടപ്പോഴും അവിടെ നിന്ന് അടിമച്ചന്തയിലേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തപ്പോഴും സഹോദരങ്ങളെ ഇവിടെ മക്കയിൽ പൊറുതിയില്ലാതെ മദീനയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ കൊലവിളി നടത്തി പ്രവാചകനെ വധിക്കണമെന്ന് തീരുമാനിച്ച് പ്രവാചകനെ തെരഞ്ഞു നടക്കുകയാണ്. പിടിച്ച വാളുമായി മക്കയിലെ ചില ആളുകൾ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി തെരഞ്ഞു നടക്കുന്ന സന്ദർഭം അത് ചരിത്രത്തിൽ കടന്നുപോയതാണ്. നോക്കി, ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സ്വന്തം സഹോദരങ്ങളാണ് കൊല്ലാൻ ശ്രമിച്ചത്, കിണറ്റിലെറിഞ്ഞത്. അവിടെ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ? എന്നിട്ടോ ഒരു നീണ്ട കാലഘട്ടം ജയിലിൽ കിടക്കേണ്ടി വന്ന പ്രവാചകൻ അല്ലെ, ചെയ്യാത്ത തെറ്റിന് വേണ്ടി. നമ്മൾ ഏറ്റവും വെറുക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യം നമ്മളിൽ ആരോപിക്കപ്പെട്ട് നമ്മൾ ജയിലിലേക്ക് പോകുന്ന അവസ്ഥകൾ ആലോചിക്കി. അതിന്റെ മാനസിക പ്രയാസത്രയാണ് അല്ലെ? നമ്മൾ ജിഹാദ് ചെയ്തിട്ടല്ല, അള്ളാഹുവിനും റസൂലിനും വേണ്ടി ഡിഫെൻഡ് ചെയ്തുള്ള ഈ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജയിലിൽ പോയത്. വ്യഭിചാരം ആരോപിക്കപ്പെട്ട് ജയിലടക്കപ്പെടുന്ന ഒരാളുടെ മാനസികാവസ്ഥ ആലോചിക്കണം. ആ വ്യഭിചാരത്തെ അത്രയും വെറുക്കുന്ന ഒരാൾ അതിന്റെ പേരിൽ ജയിലടക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന്റെ മാനസിക സംഘർഷം എത്ര! അതും ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം, ഒരു യുവാവായിരിക്കുന്ന യുവത്വം മുഴുവനും ജയിലിൽ കഴിച്ചു കൂട്ടേണ്ട അവസ്ഥ അല്ലെ? അതാണ് സൂറത്ത് യൂസുഫിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി ഈജിപ്തിലെ മന്ത്രിയാക്കി കൊണ്ടുവരാണ് അല്ലെ? ഈജിപ്തിലെ മന്ത്രിയാക്കി ഈ തെറ്റ് ചെയ്ത സഹോദരങ്ങളും മുഴുവൻ
യൂസുഫ് നബിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇന്ന് നിങ്ങളുടെ മേൽ പ്രതികാരമില്ല എന്ന് യൂസുഫ് അവരോട് പ്രഖ്യാപിക്കുകയാണ്, അവരെ ചേർത്ത് നിർത്തുകയാണ്. സഹോദരങ്ങളെ, ഇത് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കൊല്ലാൻ ശ്രമിച്ച, നാട്ടിൽ നിന്ന് പുറത്താക്കിയ, അപഹസിച്ച, പരിഹസിച്ച, തെറിവിളിച്ച, കല്ലെറിഞ്ഞ ആ മക്കയിലെ ആളുകൾക്ക് മക്കം ഫതഹിന്റെ അന്ന് അള്ളാഹുവിന്റെ റസൂല് പുറത്തു കൊടുക്കുകയാണ്. അല്ലെ, ഇക്രിമ ബിൻ അബൂ ജഹൽ രക്ഷപ്പെട്ട് മക്കയിൽ നിന്ന് ഓടിപ്പോയ ഇക്രിമ തിരിച്ചു വരികയാണ്, അള്ളാഹുവിന്റെ റസൂല് പുറത്തു കൊടുക്കുന്നുണ്ട്. അല്ലെ, അള്ളാഹുവിന്റെ റസൂല് എല്ലാവർക്കും മക്കം ഫതഹിന് അന്ന് പ്രതികാരമില്ല എന്നാണ്, ഇന്ന് ആരോടും പ്രതികാരമില്ല, എല്ലാവർക്കും മാപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാം അധികാരം തിരിച്ചു കിട്ടിയപ്പോൾ മന്ത്രിയായ സന്ദർഭത്തിൽ, ഈജിപ്തിലെ മന്ത്രിയായി തിരിച്ചു വരുന്ന സഹോദരങ്ങള് തന്റെ കാക്കിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവർക്ക് മാപ്പ് കൊടുക്കുന്ന ഒരവസ്ഥ. സഹോദരങ്ങളെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിലാണ് പ്രവാചകരെ എന്ന് പറയുമ്പോൾ പുറത്തു കൊടുക്കലിന്റെ മാപ്പ് നൽകുന്നതിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണുന്നത്. അല്ലെ, ഒരിക്കൽ എന്റെ കുട്ടീനെ ഒരാൾ സ്കൂളിൽ നിന്ന് തല്ലി. അപ്പോൾ എൻ്റെ മയത്തൊക്കെ മുറിയായി കണ്ട് കൊണ്ടുവന്നാണ്. അപ്പോൾ കിടക്കാൻ നേരത്തിനോട് പറഞ്ഞു, ഞാൻ മാപ്പ് കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ അവന് മാപ്പ് കൊടുത്തിട്ട് പറഞ്ഞു. നമുക്ക് ഭയങ്കര സന്തോഷമായി. അല്ലേ, ഒരു ചെറിയ കുട്ടി ഓനെ തല്ലിയാക്കെന്ത് ചെയ്തിങ്ങനെ മാപ്പ് കൊടുത്തു, ടച്ച് മുറിയാക്കി കുട്ടിക്ക് മാപ്പ് കൊടുത്തു പറഞ്ഞപ്പം എനിക്ക് വല്ലാത്ത സന്തോഷമായി. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, അല്ല എന്താടാ മാപ്പ് കൊടുക്കാൻ കാരണം എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നേക്കാൾ തടി മുടുക്കും, എന്നെ കൊണ്ട് തല്ലാൻ വയ്ക്കൂലായിരുന്നു, ഒന്നേക്കാൾ തടി മുടുക്കൊണ്ട് എന്നെ കൊണ്ട് അവനെ തല്ലാൻ വയ്ക്കൂല, അതുകൊണ്ട് ഞാൻ മാപ്പ് കൊടുത്തു. സഹോദരങ്ങളെ, അങ്ങനല്ല മാപ്പ് കൊടുക്കേണ്ടത്. നമുക്ക് തല്ലാൻ വെച്ചിട്ട്, നമുക്ക് തല്ലാനും കൊല്ലാനും ഏത് തരത്തിലുള്ള സ്വാധീനവും അധികാരവും നമുക്കുണ്ടായിട്ടും നമ്മളൊരാൾക്ക് മാപ്പ് കൊടുക്കണം. അതാണ് മാപ്പ് കൊടുക്കൽ. അല്ലേ, അധികാരം തിരിച്ചു കിട്ടി മക്കയിലെ മുഴുവൻ ആളുകളുടെയും മേൽ സകല അധികാരങ്ങളും ഉണ്ടായിട്ട്, ആരെയും കൊല്ലാനുള്ള അധികാരമുണ്ടായിട്ടും തന്നെ ഉപദ്രവിച്ച, തന്നെ കല്ലെറിഞ്ഞ, തന്നെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾക്ക് മുഴുവൻ മാപ്പ് നൽകിയ ആ പ്രവാചകനെയാണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെ, ഖാലിദ് ബിൻ വലീദ് ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ആരാണ്? വലീദ് ബിൻ വലീദ് എന്ന അദ്ദേഹത്തിന്റെ സഹോദരനാണ്. അല്ലെ, വലീദ് ബിൻ മുഹീറയുടെ മക്കളാണ് വലീദ് ബിൻ വലീദും ഖാലിദ് ബിൻ വലീദൊക്കെ. അല്ലെ, അറിയപ്പെടുന്ന മക്കയിലെ പണ്ഡിതനും സാഹിറും ഒക്കെ ആയിരുന്ന വലീദിന്റെ മക്കളാണ് ആര്? ഖാലിദ് ബിൻ വലീദും. അല്ലെ, ഖാലിദ് ബിൻ വലീദ് മുസ്ലിം ആകാനുള്ള കാരണം ആരാണ്? ബദർ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട വലീദ് ബിൻ വലീദ് ആ തടവിന്റെ സമയത്ത്, ആ ബന്ദിയായിരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ സ്വഭാവം കണ്ട്, പെരുമാറ്റം കണ്ട്, അവർ തമ്മിലുള്ള സ്നേഹം കണ്ട് സ്വന്തം സഹോദരനായ ഖാലിദ് ബിൻ വലീദിന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് കത്തെഴുതാണ്. നിങ്ങൾ വിചാരിച്ച പോലെയല്ല ഖാലിദ്, ഇസ്ലാം വളരെ മഹത്തരമാണ്, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആകണമെന്ന് തടവിലിരിക്കുന്ന വലീദ് ബിൻ വലീദ് മക്കയിലുള്ള സഹോദരനായ ഖാലിദ് ബിൻ വലീദിന് കത്തെഴുതാണ്. ആ കത്താണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു പ്രചോദനമായത് തന്റെ സഹോദരന്റെ കത്താണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ആ കത്ത് സംഭവിച്ചു? ബന്ദികളോടുള്ള പെരുമാറ്റം കൊണ്ട്, ബന്ദികളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും പെരുമാറ്റമാണ്. അതുകൊണ്ട് കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന ആയിഷ ബീവിയുടെ പ്രഖ്യാപനം. അല്ലേ, അത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രവാചക ജീവിതം പഠിച്ചവർക്കും അനുഭവിച്ചവർക്കും മനസ്സിലാക്കിയവർക്കും ആ പ്രവാചകനെ അറിയാം. അതുകൊണ്ട് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ പ്രവാചകരെ എന്ന അല്ലാഹു സൂറത്തു നൂനിൽ കലമിലൂടെ അല്ലാഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും പ്രവാചകൻ ഇറങ്ങുന്ന സന്ദർഭത്തിൽ അതിന്റെ സാഹചര്യം, അത് എപ്പോഴിറങ്ങി, ഏത് സാഹചര്യത്തിൽ, ആരുടെ വിഷയത്തിൽ ഇറങ്ങി എന്നത് സഹോദരങ്ങളെ അത് മനസ്സിലാക്കുമ്പോൾ ആണ് ഖുർആനിന് ജീവൻ ഉണ്ടാകുന്നത്. ആ ഖുർആൻ അവർക്കിടയിൽ ഉണ്ടാക്കിയ മാറ്റം അത് മനസ്സിലാക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഖുർആനിന്റെ ശക്തി നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഖുർആനിന്റെ ആളുകളായി മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജനങ്ങൾക്ക്, ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കുള്ള മാറ്റത്തിന്റെ മാർഗമായി നിശ്ചയിച്ചത് ഈ വിശുദ്ധ ഖുർആനാണ്. അത് പ്രവാചകന്റെ 23 വർഷത്തിലൂടെ, ആ പ്രവാചക ജീവിതത്തിലൂടെ അത് പ്രവാചകൻ അവർക്കിടയിൽ ജീവിച്ചു കാണിച്ചു. അത് അവരെ സ്വാധീനിച്ചു. അവർ മാറി, അവർക്ക് ശേഷമുള്ള തലമുറകൾ മാറി. ആ മാറ്റം ഇന്നും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച ആളുകൾ. അല്ലെ, കഴിഞ്ഞ ദിവസം ഒരു റിവേർട്ടായ ക്രിസ്ത്യൻ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, അല്ലെ, അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു പള്ളിയിലച്ഛന്റെ മകനായിരുന്നു. അപ്പൊ അച്ഛനോട് ഇടയ്ക്ക് ചോദിക്കും, എന്താണ് അച്ഛൻ ട്രിനിറ്റി എന്ന് പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി ഇല്ലല്ലോ, എന്താണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, മൂന്നും കൂടിയ ദൈവം, അതെങ്ങനെ ദൈവമാകുക എന്ന് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞെടുത്ത് മറുപടി തരോ, മോനെ അത് വെള്ളം പോലെയാണ്, ദൈവം എന്ന് വെള്ളം പോലെയാണ്, അത് ഐസാകും, അത് നീരാവിയാകും, അത് വെള്ളവുമാകും, പക്ഷേ അത് H2O ആണ്, അത് ഒന്നാണ്, പക്ഷേ അത് 3 കോലത്തിലുണ്ടാവും എന്ന് പറഞ്ഞെടുത്ത് സഹോദരങ്ങളെ, H2O അറിയാത്തവനും അറിയുന്നവനും ഒക്കെ ദൈവം എന്താണ് എന്ന് ഏറ്റവും ലളിതമായി, ഒരു ബുദ്ധിയില്ലാത്തവനും നല്ല ബുദ്ധിയുള്ളവനും ഒരുപോലെ മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹു ആരാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ, ഏറ്റവും ഭംഗിയേറിയ, ആർക്കും മനസ്സിലാകുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള
എന്താണ് വിവരണമാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ അത് മനുഷ്യ മനസ്സുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റത്തിന്റെ കാരണമായി അള്ളാഹുവിന്റെ വഹിയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആര് അതിനോട് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ട് ജീവിക്കണം എന്ന് ആത്മാർത്ഥമായി ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ആ ഖുർആനിനെ സമീപിച്ചാൽ സഹോദരങ്ങളെ അത് വലിയ മാറ്റമുണ്ടാക്കും. അതാണ് ചരിത്രത്തിന്റെ സാക്ഷ്യം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആ ഖുർആനിന്റെ ആളുകളായി മാറാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മളെല്ലാവരും പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം. ഒരു ദിവസം ഒരു ജുസ് എങ്കിലും നമ്മൾ ചുരുങ്ങിയത് ഓതാൻ ശ്രമിക്കണം. ഒരു 20 പേജ് ഉണ്ടാവുള്ളൂ. നമുക്ക് 4 പേജ് ഓരോ നിസ്കാരത്തിനും. 4 പേജ് എന്നാൽ 2 പേജ് ഉണ്ടാവുള്ളൂ. 2 പേജ്, ഒരു പേജിൻ്റെ അപ്പുറപ്പുറമാണ്. 4 പേജ് 2 പേജ് ഉണ്ടാവും. 20 പേജാണ് ഒരു ജുസ്. നമുക്കതിനൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ വായിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അറബി മാസം നമ്മൾ 1-ാം തീയതി 1-ാമത്തെ ജുസ് ഓതിയാൽ മതി. ഞങ്ങൾക്ക് ഡേറ്റും തെറ്റില്ല. ഇന്നിപ്പോൾ സഫർ 13 അപ്പോൾ ഇന്ന് 13-ാമത്തെ ജുസ് കൊണ്ട് ഓതുക. 4 ഡേറ്റ് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ജൂസ് 13 ഓതുന്നത്. അതുകൊണ്ട് ഇന്ന് സഫർ 13. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് നമ്മളെ ആപ്പൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ChatGPT പോലെയുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ജുസിൻ്റെ ഒരു സമ്മറി ചോദിച്ചാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ജുസ് 12 അല്ലെങ്കിൽ 13 സമ്മറി എന്താണെന്ന് ചോദിച്ചാൽ ആ ജുസ് തുടങ്ങുന്നതിനാണ്. ഇപ്പോൾ 11-ാമത്തെ ജുസിൻ്റെ സമ്മറി ചോദിച്ചാൽ കൃത്യമായിട്ട് സൂറത്ത് തൗബൻ്റെ അവസാനം സൂറത്ത് യൂനുസിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് ഇതിലുള്ളത്, ഈ ജുസ് 11-ലുള്ളത്. അപ്പോൾ സൂറത്ത് തൗബയിലെ എന്താണ് ഇത് പറയുന്നത്? 3 ആളുകൾക്ക് പുറത്തു കൊടുത്തുമായി ബന്ധപ്പെട്ടുള്ള ആയത്താണ്. മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്താണ്. സൂറത്ത് യൂനുസിൽ തന്നെ നബിമാരുടെ ചരിത്രം എന്തൊക്കെയാണ്. അങ്ങനെ അത് ഒരു ചെറിയൊരു നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് വായിക്കാൻ പറ്റിയൊരു സാധനം നമുക്ക് കിട്ടും. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ ഇനി ഖുർആനിൽ ഓതാൻ പോകണമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, ഓരോ പ്രവാചകങ്ങളുടെ ചരിത്രം. അപ്പോൾ അത് അങ്ങനെ വായിക്കുമ്പോൾ ഒന്നുകൂടി നമ്മൾ മനസ്സിലത് പതിഞ്ഞു നിൽക്കും. അത് നമ്മൾ ഓതാനായിട്ടിരിക്കണം എന്നില്ല. നമ്മളെ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ അവിടെയും ഇവിടെയും ഡ്രൈവിനോടത്തോ ട്രാഫിക്കിലോ ജംഗ്ഷനിലോ ക്യൂക്കിനോടത്തോ എവിടെ നമ്മൾ ലോക്കായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ മൊബൈൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഓതി തീർക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്ഥിരമായി ഇങ്ങനെ ഓതിക്കൊണ്ടിരും. അപ്പോൾ ഓരോ മാസത്തിൽ നമുക്കൊരു ഫുള്ള് ഖുർആൻ ഓതി തീർക്കാൻ പറ്റും. ഒരു കൊല്ലത്തിൽ നമുക്കൊരു 12 തവണ നമുക്ക് ഖുർആൻ ഓതാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് നല്ലൊരു ഐഡിയ വരും, ഓരോ ജുസ് കൂടിയാണ്, ആ ജുസിൽ എന്താ പറയണമെന്നൊക്കെ അല്ലേ. അങ്ങനെ ഒരു ബന്ധം ഖുർആനുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം അത് ഈ ഖുർആൻ കൊണ്ടാണ് മുൻപ് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായത്. അപ്പോൾ നമ്മൾ വിശ്വാസികളാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന സഹോദരങ്ങളെ, നമുക്കിതൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നഷ്ടക്കാരാണെന്നുള്ളതാണ്. നാളെ മരിച്ചു ചെല്ലുമ്പം നമ്മുടെ സ്വർഗത്തിൽ ആകെ ഒരു സങ്കടമേ ബാക്കിയുള്ളൂ. എന്താണ് സ്വർഗത്തിൽ ആൾക്കാർക്ക് ബാക്കിയുള്ള സങ്കടം എന്താ വെച്ചാൽ കുറച്ചും കൂടിയൊക്കെ അമൽ ചെയ്താൽ കുറച്ചും കൂടി A ക്ലാസ് സ്വർഗം കിട്ടിയിരുന്നു അല്ലേ? ബെൻസൊക്കെ പോലെ കുറച്ചും കൂടി S ക്ലാസ് ഒക്കെ കുറച്ചുകൂടി ഇങ്ങനെ ക്ലാസ് കൂടും വണ്ടിൻ്റെ. അതേമാതിരി സ്വർഗത്തിലെത്തിയാൽ ആകെയുള്ള സങ്കടം എന്താ വെച്ചാൽ നമ്മളെക്കാൾ വലിയ ക്ലാസ്സിലുള്ള ആൾക്കാരവിടെ ഉണ്ടാവും. അപ്പോൾ ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകൾ, അത് വെറും ഓതൽ ഹിഫ്ള് മാത്രമല്ല, ആ ഖുർആനിൻ്റെ അറിവ് അതുള്ള ആ ഓരോ ആയത്ത് ഓതിയിട്ട് ആ അറിവിനനുസരിച്ചാണ് അവരുടെ ദർജ കൂടുക എന്നാണ്. അപ്പോൾ ആ ഒരു സങ്കടം നമുക്ക് നാളെ ബാക്കി വരാൻ പാടില്ല. അതുകൊണ്ട് പരമാവധി നമ്മൾ എന്തെല്ലാം പുസ്തകങ്ങളും കഥകളും നോവലുകളും ചിത്രങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. പക്ഷേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മരിക്കുന്ന അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ബാക്കി വെച്ചൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഖുർആനിന് വേണ്ട പോലെ ഒരു ഇമ്പോർട്ടൻസ് നൽകിയില്ലല്ലോ എന്നൊരു സങ്കടമാണ് അദ്ദേഹം ബാക്കി വെച്ച് പോയത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഖുർആൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാക്കി എന്തിനൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ഖുർആനിന് വേണ്ടി നീക്കി വെക്കണം. അതിൻ്റെ പഠനത്തിന്, അത് ഇഫ്ളാക്കുന്നതിൽ, അത് പ്രായോഗികമാക്കുന്നതിൽ. കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് ഖുർആനായിരുന്നു എന്ന് ആയിഷ ബീവി പറയുമ്പം സഹോദരങ്ങളെ, നമ്മളും അങ്ങനെ ആയിട്ടില്ലെങ്കിലും നമ്മളും ഖുർആനിൻ്റെ ആളുകളാണ് അല്ലേ? ഇവരുടെ സ്വഭാവം അങ്ങനെയാണ്, ഖുർആൻ പറയുന്നത് പോലെയാണ് എന്ന് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ സഹോദരങ്ങൾ, അപ്പോഴാണ് അള്ളാൻ്റെ ഭാഗത്തുനിന്നൊരു സഹായം ഉണ്ടാകുക. അതുകൊണ്ട് എല്ലാവരും ഖുർആൻ പഠിക്കാനും പ്രയോഗവൽക്കരിക്കാനും ആ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ, ഖുർആൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു താല്പര്യവും, ഖുർആൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അതിനോടുള്ളൊരു വെറുപ്പും, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളോട് ഉള്ള വെറുപ്പും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഖുർആൻ എന്തൊക്കെ നല്ല ഗുണങ്ങളായി പറഞ്ഞിട്ടുണ്ടോ അല്ലെ, നിങ്ങൾ വിട്ട് പുറത്തു കൊടുക്കണം. അവർ മാപ്പ് കൊടുക്കുന്നവരാണ്, അവർ ക്ഷമിക്കുന്നവരാണ്. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ക്ഷമിച്ച് തവക്കുൽ ചെയ്ത് പല സ്ഥലത്തും അള്ളാഹുവിന്റെ റസൂല് മക്കാ കാലഘട്ടത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിച്ച വാക്കുകൾ എടുത്തു നോക്കിയാൽ ക്ഷമിക്കൂ പ്രവാചകരെ, തഖ്വ കൈകൊള്ളു പ്രവാചകരെ. എന്താണ് ക്ഷമിക്കണം? നമ്മൾ അള്ളാഹുവിനെ പറ്റിയുള്ള ആ ബോധം, ആ തഖ്വയോടുകൂടി ഏത് പ്രതിസന്ധിയിലും തഖ്വ കൈവിടാതെ ജീവിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പ്രതിസന്ധികളിൽ ഈ മക്കാ കാലഘട്ടത്തിലൊക്കെ നബിയെ ആശ്വസിപ്പിച്ച് അങ്ങനെ പിന്നെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും ഇങ്ങനെ കടന്നു വരുന്നതാണ്. ഇതൊക്കെ നമ്മുടെ പ്രായോഗികമായ നിരന്തരം ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ നമുക്ക് നല്ലൊരു ഉൾക്കാഴ്ചയും നല്ല സ്വബറും അതേപോലെ തന്നെ ഇസ്തിഖാമത്തും മരണം വരെ, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അല്ലെ, മരിക്കുന്നത് വരെ സഹോദരങ്ങളെ ഇതിൽ അടിയുറച്ച് ക്ഷമിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു
ഒരു പോസിറ്റീവ് എനർജി നൽകാൻ പര്യാപ്തമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു ആകാശലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇട്ട അള്ളാഹുവിൻ്റെ കയറാണ് എന്നുള്ളതാണ്, ഹബിലുല്ലാഹിൽ മംദൂദ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങൾ, അതിൻ്റെ ഒരറ്റ നമ്മൾ മുറുകെ പിടിച്ചാൽ അവൻ വഴിതെറ്റിപ്പോലെന്ന, കാരണം അതിൻ്റെ മറ്റേ അറ്റത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന ബോധത്തോടു കൂടി ഖുർആനിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ആ ഖുർആനിൻ്റെ സ്വഭാവം സ്വന്തം സ്വഭാവമായി മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.